ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒഡീല റെയിൽവേ സ്റ്റേഷൻ എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരാളുടെ തലയെല്ലാം മറത്തുകൊണ്ട് അതുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്ന ഒരു സ്ത്രീയെയാണ് കാണിക്കുന്നത്. അവിടെ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. അവൻ തന്റെ കാമുകിയെ വിളിച്ചുകൊണ്ട് തനിക്ക് IPS ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഒഡീല എന്ന ഗ്രാമത്തിലാണ് ഡ്യൂട്ടി വന്നിരിക്കുന്നതെന്നും അതുകൊണ്ട് താൻ എത്രയും പെട്ടെന്ന് ഒഡീലയ്ക്ക് പോകുമെന്ന് കാമുകിയെ വിളിച്ച് അറിയിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് കേട്ടതും കാമുകിയും അവന്റെ കൂടെ ഒഡീലയ്ക്ക് പോകാൻ വേണ്ടി ഇൻട്രസ്റ്റ് എല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും താൻ അവിടെ ചെന്ന് വേണ്ട അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്ത ശേഷം നിന്നെ കൊണ്ടുപോകാമെന്ന് അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അവിടെ കച്ചത് ഒഡീല എന്ന ഗ്രാമത്തിലെ ഒരു വീടാണ് കാണിക്കുന്നത്. അവിടെ തലേന്ന് കല്യാണമെല്ലാം കഴിഞ്ഞ പയ്യൻ ക്യാമറമാന്റെ ഒപ്പം ഇരുന്ന് ഫോട്ടോസ് എല്ലാം നോക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടി ഫോട്ടോസ് എല്ലാം നോക്കിയിരിക്കുന്ന സമയം കല്യാണ പെണ്ണ് റൂമിൽ നിന്നും മുഖം കഴുകാനായി പുറത്തേക്ക് വരുന്നു. ആ കല്യാണ പെണ്ണിന്റെ പേരാണ് മാധുരി. അവരുടെ മുമ്പിൽ വെച്ച് മുഖമെല്ലാം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയം ക്യാമറമാൻ ആണെങ്കിൽ അവളെ മോശപ്പെട്ട രീതിയിലെല്ലാം നോക്കുന്നു. ഒഡീല ഒട്ടും ഡെവലപ്മെന്റ് ഒന്നുമില്ലാത്ത നാടായതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ വീടുകളെല്ലാം തൊട്ടടുത്തായിട്ടാണ് ഉള്ളത്. അവർ ഫോട്ടോസ് എല്ലാം നോക്കുന്ന സമയം തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്നും നിലവിളി ശബ്ദമെല്ലാം കേട്ട് തൊട്ടടുത്ത് താമസിച്ചിരുന്ന ആൾക്കാരെല്ലാം നേരെ അവിടേക്ക് ഓടിച്ചെല്ലുന്നു. ആ സമയം രാധ എന്ന സ്ത്രീ അവരുടെ ഭർത്താവായിട്ടുള്ള തിരുപ്പതിയെ ചൂല് വെച്ച് തല്ലുന്നത് കണ്ട് നാട്ടുകാർ എന്താണ് പ്രശ്നം എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഈ സമയം അവൾ തിരുപ്പതി തലേന്ന് കുടിച്ചു വന്നുകൊണ്ട് താനിവിടെ ഒതുക്കി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം അലങ്കോലമാക്കിയതിനാണ് താനിപ്പോൾ തല്ലിയതെന്ന് നാട്ടുകാരോട് പറയുന്നു. ഇവരെല്ലാവരും വീടിന്റെ മുമ്പിൽ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ട് ആ നാട്ടിലെ പ്രമാണിയായിട്ടുള്ള സർപഞ്ച് വിഷയമെല്ലാം അറിയാനായി നേരെ അവിടേക്ക് വരുന്നു. സർപഞ്ചിന് രാധ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്നത് കൊണ്ട് അയാൾ തിരുപ്പതിയോട് ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞതും രാധ ആ പ്രശ്നമെല്ലാം ഒഴിവാക്കി വിടുന്നു. സർപഞ്ച് അവിടെ നിന്നും പോകുന്നതിന് മുമ്പായി രാധ അയാൾ അയൺ ചെയ്യാൻ തന്ന ഡ്രസ്സിൽ നിന്നും ലഭിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസയെല്ലാം സർപഞ്ചിന്റെ കയ്യിലേക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കുന്നു. അയാൾ അവിടെ നിന്നും പോയതും രാധ തിരുപ്പതിയോട് കസ്റ്റമേഴ്സിനെല്ലാം ഡ്രസ്സ് കൊടുക്കാൻ സമയമായെന്നും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇതെല്ലാം തേച്ച് മിനുക്കി വെക്കാൻ വേണ്ടി അവനോട് ആവശ്യപ്പെടുന്നു. ഇതിൽ നിന്നെല്ലാം രാധ തിരുപ്പതിയോട് കുറച്ച് റഫായിട്ടെല്ലാം പെരുമാറാറുണ്ട് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. അവിടെയൊക്കെ ചെയ്ത് ക്യാമറമാനെയും തിരുപ്പതിയുടെ അനിയനായിട്ടുള്ള ചന്തുവിനെയുമാണ് കാണിക്കുന്നത്. ക്യാമറമാൻ അന്ന് കല്യാണത്തിന് വന്ന നല്ല ഭംഗിയുള്ള പെൺകുട്ടികളുടെ ഫോട്ടോസ് എല്ലാം ചന്തുവിന് കാണിച്ചു കൊടുത്ത ശേഷം അവരെ പറ്റി മോശമായിട്ടെല്ലാം പറയുന്നു. അവിടെയൊക്കെ ചെയ്ത് മാധുരിയുടെ എക്സ് ബോയ് ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ മാധുരിയുടെ കല്യാണം കഴിഞ്ഞ വിഷമത്തിൽ അവൻ മദ്യപിച്ചുകൊണ്ട് അവന്റെ സുഹൃത്തുക്കളോട് തന്നെ പ്രണയിച്ച് വഞ്ചിച്ചതിന്റെ പേരിൽ താൻ മാധുരിയെ എന്തായാലും കൊന്നുകളയുമെന്ന് അവരോട് ഉറപ്പിച്ച് പറയുന്നു. അവിടെയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന രാധയെയാണ് കാണിക്കുന്നത്. ഈ സമയം നാട്ടുകാരെല്ലാം തിരക്ക് പിടിച്ചോടുന്നത് കണ്ട് രാധ അതിലൊരാളോട് എന്താണ് വിഷയം എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ അയാൾ തൊട്ടടുത്തുള്ള ഓടയിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരക്കിട്ട് അവിടേക്ക് ഓടുന്നു. ഇത് കേട്ടതും രാധ തിരുപ്പതിയെയും ചന്തുവിനെയും എല്ലാം അത് നോക്കാനായി അവിടേക്ക് പറഞ്ഞിരിക്കുന്നു. വിവരമെല്ലാം അറിഞ്ഞതും നായകൻ തന്റെ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾസിനെയും കൂട്ടിക്കൊണ്ട് നേരെ സംഭവം നടന്ന സ്ഥലത്തേക്ക് വരുന്നു. നായകൻ ഇടപെട്ടുകൊണ്ട് ആ ഓടയിൽ നിന്നും ആ ഡെഡ് ബോഡി എല്ലാം പുറത്തേക്ക് എടുക്കുന്നു. അപ്പോഴാണ് നമുക്ക് മരിച്ചത് മാധുരിയായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. ആ സ്റ്റേഷനിലെ ലോക്കൽ SIക്ക് കേസെല്ലാം പെട്ടെന്ന് ക്ലോസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാധുരിയുടെ ഫ്ലാഷ് ബാക്ക് എല്ലാം അന്വേഷിച്ചുകൊണ്ട് അവരുടെ പഴയ കാമുകനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. എന്നാൽ നായകൻ അവളെ കൊന്നിരിക്കുന്നത് റൈറ്റ് ഹാൻഡർ ആണെന്നും ഇവൻ ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് ഇവൻ ഒരിക്കലും ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് അയാളുടെ മുമ്പിൽ വെച്ച് പ്രൂവ് ചെയ്ത് കാണിക്കുന്നു. അവിടെയൊക്കെ ചെയ്ത് തിരുപ്പതിക്കും രാധയ്ക്കും കുട്ടികളൊന്നും ആവാത്തത് കൊണ്ട് ആ നാട്ടിലെ ഒരു ഡോക്ടറെ കാണാൻ ചെന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. രാധ ഡോക്ടറോട് തിരുപ്പതിക്ക് തന്നോട് ഒരു ഇൻട്രസ്റ്റ് പോലുമില്ലെന്നും അയാൾ തന്റെ കൂടെ കിടക്കുന്നതിന് പകരം വീടിന്റെ പുറത്താണ് കിടക്കാറെന്ന് ഡോക്ടറോട് പറയുന്നു. ഇത് കേട്ട ഡോക്ടർ അവന് വേണ്ട മരുന്നെല്ലാം കൊടുത്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിക്കോളുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ നിന്നും പറഞ്ഞേക്കുന്നു. അവിടെയൊക്കെ ചെയ്ത് ഈ കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് അവരുടെ തൊട്ടടുത്തുള്ള കാട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ കൂടി ഡെഡ് ബോഡി എല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ടതും നായകനും ടീമും കൂടി നേരെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായി അവിടേക്ക് ചെല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കാരെ എല്ലാം ചോദ്യം ചെയ്തതിൽ നിന്നും നായകന് ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. നായകൻ 2 കേസും കൂടി കമ്പൈൻ ചെയ്തതിൽ നിന്നും കില്ലർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ എല്ലാം കണ്ടുപിടിക്കുന്നു. എന്നാൽ ഈ തെളിവുകൾ വെച്ച് മുന്നോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലായതും അവൻ രണ്ടാമത് മർഡർ നടന്ന സ്ഥലമെല്ലാം നല്ലപോലെ ഡീറ്റെയിൽ ആയി അന്വേഷിക്കുന്നു. എന്നാൽ ആ സമയം അവന് അവിടെ നിന്നും കില്ലറിന്റെ ആണ് എന്ന് കരുതപ്പെടുന്ന ഒരു ഫോണെല്ലാം ലഭിക്കുന്നു. അവൻ സ്റ്റേഷനിൽ വന്നതും ആ ഫോണിനകത്ത് എന്താണെന്നറിയാനായി അതിലെ ഓരോ ഫയലും ഓപ്പൺ ചെയ്ത് നോക്കുന്നു. ആ ഫോണിൽ നിന്നും കില്ലർ ആ പെൺകുട്ടിയെ
കൊല്ലുന്നതിന് മുമ്പായി എടുത്ത ഒരു ഫൂട്ടേജ് എല്ലാം ലഭിക്കുന്നു. ആ ഫൂട്ടേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കില്ലർ ആ പെൺകുട്ടിയോട് അവളും ഹസ്ബൻഡും കൂടി ആദ്യ രാത്രിയിൽ എന്താണ് ചെയ്തത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ആ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ കില്ലർ അവളെ അവിടെ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. നായകന് ഇത്രയും നാളത്തെ അന്വേഷണത്തിൽ നിന്നും ഇതുപോലത്തെ മേഡേഴ്സ് എല്ലാം ഇനിയും നടക്കാൻ വേണ്ടി സാധ്യതയുണ്ട് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. അയാൾ സ്റ്റേഷനിലെ പോലീസുകാരോട് ആ ശബ്ദത്തിനെ പറ്റി നാട്ടുകാരുടെ അടുത്തെല്ലാം അന്വേഷിക്കാൻ വേണ്ടി പറയുന്നു. അവിടെ കജിത് ക്യാമറമാനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്തുവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം രാധയുടെ അനീതി കുളിക്കാൻ പോകുന്നത് കണ്ട് ചന്തു തിരക്കിട്ട് ഫോണെല്ലാം കട്ട് ചെയ്ത ശേഷം ആ വെച്ച് കെട്ടിയ ബാത്റൂമിന്റെ സൈഡിലൂടെ അവൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നു. എന്നാൽ ഇതേ സമയം വീടിന്റെ അകത്ത് രാധ തിരുപ്പതിയോട് ക്ലോസ് ആയിട്ടെല്ലാം പെരുമാറാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ കണ്ട് പേടിച്ചുകൊണ്ട് അവളോട് ഒരു ഇൻട്രസ്റ്റ് പോലും കാണിക്കുന്നില്ല. പോലീസുകാർ ആ ശബ്ദത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കാനായി ഓരോ വീടുകളിലും ചെന്ന് ആ ശബ്ദം ഫെമിലിയർ ആണോ എന്ന കാര്യമെല്ലാം നോക്കുന്നു. അങ്ങനെ അവർ തിരുപ്പതിയോട് ഈ ശബ്ദം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. തിരുപ്പതി ആണെങ്കിൽ ഈ ശബ്ദം കേട്ട ഉടൻ തന്നെ ഇത് ചന്തുവിന്റെ സുഹൃത്തായിട്ടുള്ള ക്യാമറമാന്റെ ശബ്ദം പോലെയുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ടതും പോലീസുകാർ ആ ക്യാമറമാനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അയാളുടെ വോയിസ് ടെസ്റ്റ് എല്ലാം നടത്തി നോക്കുന്നു. എന്നാൽ വോയിസ് ടെസ്റ്റ് പരാജയപ്പെട്ടത് കണ്ട് നായകന്റെ അന്വേഷണമെല്ലാം വീണ്ടും പരാജയപ്പെട്ടു പോകുന്നു. അവിടെ കച്ചിത് ആ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന സർപഞ്ചിനെയാണ് കാണിക്കുന്നത്. അയാൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് ഈ വരുന്ന ആഴ്ച തന്റെ മകളുടെ കല്യാണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട ഇൻവിറ്റേഷൻ എല്ലാം കൊടുക്കുന്നു. നായകനാണെങ്കിൽ ഇതറിഞ്ഞതും ഇപ്പോൾ കല്യാണം നടത്തുന്നത് സേഫ് അല്ലെന്നും ഒരു സീരിയൽ കില്ലർ പുറത്തുള്ളത് കൊണ്ട് കല്യാണം കഴിഞ്ഞാൽ വധുവിന് എന്ത് വേണമെങ്കിലും സംഭവിക്കുമെന്ന് സർപഞ്ചിന് ഒരു വാണിംഗ് എല്ലാം കൊടുക്കുന്നു. നായകൻ പറഞ്ഞ ഈ കാര്യം ഇഷ്ടപ്പെടാതെ വന്ന സർപഞ്ച് തനിക്കെതിരെ തിരിയാൻ ഈ നാട്ടിൽ ഒരാൾ പോലുമില്ലെന്നും അതുകൊണ്ട് തന്റെ മകളുടെ കല്യാണത്തിന് ഒരു പ്രശ്നം പോലും ഉണ്ടാവില്ല എന്ന് നായകനോട് തർപ്പിച്ച് പറയുന്നു. സർപഞ്ച് താൻ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് മനസ്സിലാക്കിയ നായകൻ ആ വധുവിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി കല്യാണ സമയം പല സ്ഥലങ്ങളിലായി തന്റെ പോലീസുകാരെ എല്ലാം നിർത്തുന്നു. അവിടെ കച്ചിത് കല്യാണമെല്ലാം കഴിഞ്ഞ ശേഷം വധുവിനെ മണിയറയിലേക്ക് പോകാനായി ഒരുക്കുന്ന രാധയെയാണ് കാണിക്കുന്നത്. എന്നാൽ ഇതേ സമയം തൊട്ടപ്പുറത്തിരുന്നുകൊണ്ട് ആ ക്യാമറമാൻ സർപഞ്ചിന്റെ മകളെ മോശമായിട്ടെല്ലാം നോക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കച്ചിത് പിറ്റേ ദിവസം രാവിലെ സർപഞ്ചിന്റെ മകൾ തന്റെ കല്യാണം അറ്റൻഡ് ചെയ്യാൻ വന്ന ഫ്രണ്ടിനെ തിരിച്ചു പോകാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സമയം പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടായിരുന്ന പോലീസുകാരും അവരെ ഫോളോ ചെയ്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷന്റെ അവിടേക്ക് പോകുന്നു. പോലീസുകാർ ഇനി വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സർപഞ്ചിന്റെ മകൾ നിൽക്കുന്ന ട്രാക്കിന്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള കടയിൽ ഒരു ചായ കുടിക്കാനായി പോകുന്നു. എന്നാൽ ഈ സമയം ഒരു ട്രെയിൻ അതിലെ പാസ് ചെയ്ത ഉടൻ തന്നെ സർപഞ്ചിന്റെ മകളെ അവിടെയൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇത് കണ്ടതും ആ പോലീസുകാർ ഉടൻ തന്നെ ഈ വിവരമെല്ലാം നായകനെ വിളിച്ചറിയിക്കുന്നു. അവർ നായകനോട് കില്ലർ ആ പെൺകുട്ടിയെ ആ റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിലുള്ള കരിമ്പുന്തോട്ടത്തിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്ന കാര്യമെല്ലാം പറയുന്നു. നായകനും ആ സ്റ്റേഷനിലെ ബാക്കി പോലീസ് ഓഫീസേഴ്സ് എല്ലാം ചേർന്നുകൊണ്ട് ഈ പെൺകുട്ടിയെ കണ്ടെത്താനായി ആ കരിമ്പുന്തോട്ടം മുഴുവൻ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഈ സമയം കില്ലർ മുഖമെല്ലാം പുതപ്പ് കൊണ്ട് മറച്ചുകൊണ്ട് ആ പെൺകുട്ടിയോട് ഫസ്റ്റ് നൈറ്റിൽ അവളും ഹസ്ബൻഡും കൂടി എന്തൊക്കെയാണ് ചെയ്തത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. അവൾ പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ കില്ലർ അവളോട് മോശമായിട്ടെല്ലാം പെരുമാറിയ ശേഷം അവളെ അവിടെ വെച്ച് ശ്വാസം മുടിച്ചു കൊല്ലുന്നു. അവൻ പോലീസ് മൊത്തം അവളെ ചുറ്റും വളഞ്ഞു എന്ന് മനസ്സിലാക്കിയതും അവനെ പിടിക്കാൻ വന്ന പോലീസുകാരന് നേരെ ഒരു കല്ലെല്ലാം വലിച്ചെറിഞ്ഞ ശേഷം ആ കരിമ്പുന്തോട്ടത്തിനകത്ത് കൂടെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു. എന്നാൽ ഈ സമയം നായകന്റെ സൈഡിലൂടെ പുതപ്പെല്ലാം ധരിച്ചുകൊണ്ട് ഒരാൾ വേഗത്തിൽ ഓടുന്നത് കണ്ട് നായകൻ അയാളെ കല്ലെറിഞ്ഞു വീഴ്ത്തുന്നു. അടുത്ത് വീണതും പോലീസുകാരെല്ലാം കൂടി അയാളെ വളഞ്ഞുകൂടി പിടിച്ച ശേഷം അയാളുടെ പുതപ്പെല്ലാം എടുത്ത് മാറ്റി നോക്കുന്നു. അപ്പോഴാണ് അവർക്ക് ഇത് ചന്തുവായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. പോലീസുകാർ ചന്തുവിനെ വളരെയധികം ടോർച്ചർ ചെയ്തുകൊണ്ട് ഈ കുറ്റമെല്ലാം എന്തിനാണ് ചെയ്തത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ചന്തു തനിക്കൊന്നും അറിയില്ല എന്നും താൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് അവരോട് ആവർത്തിച്ച് പറയുന്നു. ഇതേ സമയം ഇതെല്ലാം അറിഞ്ഞ സർപഞ്ച് നായകൻ സ്റ്റേഷനിൽ നിന്നും പോയ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കെല്ലാം പൈസ കൊടുത്ത ശേഷം ചന്തുവിനെ അവിടെ നിന്നും അയാളുടെ ഗോഡൌണിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. വിഷയമെല്ലാം അറിഞ്ഞതും രാധയും തിരുപ്പതിയും കൂടി നായകനെ കണ്ടുകൊണ്ട് അവരുടെ അനിയൻ പാവമാണെന്നും അവനൊരിക്കലും ഇതൊന്നും ചെയ്യില്ല എന്ന് നായകനോട് ആവർത്തിച്ചു പറയുന്നു. എന്നാൽ നായകൻ തനിക്കിതിൽ ഒന്നും ചെയ്യാനാവില്ല എന്നും സർപഞ്ചിനെ ചെന്ന് കണ്ട ശേഷം അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. രാധ സർപഞ്ചിന്റെ കാല് പിടിച്ച് പറയുന്നുണ്ടെങ്കിലും അയാൾ അവർ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവരെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. അവിടെ കച്ചിത് ഒരു പെൺകുട്ടിയുടെ കൂടി ഡെഡ് ബോഡി എല്ലാം കിട്ടിയതറിഞ്ഞ് ഈ വിവരമെല്ലാം സർപഞ്ചിനെ വിളിച്ച് പറയുന്ന നായകനെയാണ് കാണിക്കുന്നത്. ഇത് കേട്ടതും സർപഞ്ചിന് ചന്തുവല്ല സീരിയൽ കില്ലർ എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. അയാൾ കുറ്റബോധത്തോടെ ഇതിന്റെ മുറിവിനെല്ലാം മരുന്ന് വെച്ച ശേഷം അവനെ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്നു. നായകന് ഒരു കല്യാണം നടന്നാൽ മാത്രമേ ഇനി സീരിയൽ കില്ലർ പുറത്തേക്ക് വരുള്ളൂ എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. അതുകൊണ്ട് അവൻ തന്റെ കാമുകിയെ വിളിച്ചെടുത്തിക്കൊണ്ട് അവിടുത്തെ ഒരു അമ്പലത്തിൽ വെച്ച് രണ്ടുപേരും കൂടി കല്യാണമെല്ലാം കഴിക്കുന്നു. നായകനാണെങ്കിൽ ആ നാട്ടിൽ
പ്രത്യേകിച്ച് ബന്ധുക്കാരൊന്നുമില്ലാത്തത് കൊണ്ട് രാധയും തിരുപ്പതിയും കൂടി നായകന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് കൊണ്ട് നായകൻ തിരുപ്പതിക്ക് സന്തോഷത്തിനായി കുറച്ച് പൈസയെല്ലാം കൊടുക്കുന്നു. പൈസ കിട്ടിയതോർത്ത് തിരുപ്പതിയും ചന്തുവും ക്യാമറമാനും കൂടി ഒരു കുപ്പിയെല്ലാം മേടിച്ച ശേഷം അതെല്ലാം അടിച്ച് തിരുപ്പതിയുടെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങുന്നു. അന്ന് രാത്രി ഉറക്കത്തിൽ നിന്നും വെള്ളം കുടിക്കാനായി എഴുന്നേറ്റ രാധ ഷെൽഫിന്റെ മുകളിൽ അടക്കി വെച്ച പെട്ടിയിൽ നിന്നും തിരുപ്പതിയുടെ ഒരു പെട്ടി താഴെ വീഴുന്നത് കണ്ട് അവൾ അതിൽ എന്താണെന്നറിയാനായി അതെല്ലാം തുറന്നു നോക്കുന്നു. എന്നാൽ ആ ബോക്സിൽ കുറെ സ്ത്രീകളുടെ ഡ്രസ്സും സ്വർണവും എല്ലാം ഇരിക്കുന്നത് കണ്ട് രാധയ്ക്ക് ചെറുതായി സംശയമെല്ലാം തോന്നുന്നു. അവൾ നേരം വെളുക്കുന്നതിന് മുമ്പായി തിരുപ്പതിയും ചന്തുവും ഒന്നും അറിയാതെ ആ മരിച്ച പെൺകുട്ടികളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവൾ ഈ ഓർണമെന്റ്സ് എല്ലാം കാണിച്ചുകൊണ്ട് ഇത് അവരുടെ മക്കളുടെയാണോ എന്ന കാര്യമെല്ലാം കൺഫേം ചെയ്യുന്നു. രാധയ്ക്ക് സത്യമെല്ലാം മനസ്സിലായതും അവൾ അവിടെ വെച്ച് പൊട്ടിക്കരയുന്നു. അവിടെ കച്ചിത് ഫസ്റ്റ് നൈറ്റ് എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പേപ്പറെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ സമയം തിരുപ്പതി നായകനോട് ഗുഡ് മോർണിംഗ് എല്ലാം പറഞ്ഞ ശേഷം പഴയ ഡ്രസ്സെല്ലാം എടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാണ്ഡക്കേട്ടുമായി അവിടെ നിന്നും പോകുന്നു. തിരുപ്പതി അവിടെ നിന്നും പോയ ഉടൻ തന്നെ രാധ നായകനെ കോൾ ചെയ്തുകൊണ്ട് തിരുപ്പതിയാണ് ഈ നാട്ടിലെ സീരിയൽ കില്ലർ എന്ന കാര്യമെല്ലാം പറയുന്നു. ഇതറിഞ്ഞത് നായകൻ തന്റെ കാമുകി സേഫാണോ എന്നറിയാനായി നേരെ ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു. എന്നാൽ ബെഡ്റൂമിൽ തന്റെ കാമുകിയെ കാണാത്തത് കണ്ട് നായകന് തിരുപ്പതി തന്നെയാണ് ഈ നാട്ടിലെ സീരിയൽ കില്ലർ എന്ന കാര്യത്തിൽ കൺഫേം എല്ലാം ആവുന്നു. അവൻ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിവരമെല്ലാം പറഞ്ഞ ശേഷം എല്ലാ പോലീസുകാരെയും തിരുപ്പതിയെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. എന്നാൽ ഈ സമയം നായിക അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടിക്ക് തിരുപ്പതിയുടെ ഷർട്ടെല്ലാം സ്മെൽ ചെയ്യാൻ വേണ്ടി കൊടുത്ത ശേഷം അതിനെ ഫോളോ ചെയ്തുകൊണ്ട് തിരുപ്പതിയുള്ള സ്ഥലത്തേക്ക് ചെല്ലുന്നു. തിരുപ്പതി നായകന്റെ കാമുകിയോട് മോശമായിട്ടെല്ലാം പെരുമാറാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടതും രാധ അവനോട് എന്തിനാണ് നീ ഇതുപോലെ മോശപ്പെട്ട പ്രവൃത്തിയെല്ലാം ചെയ്യുന്നതെന്ന് അവനോട് ചോദിക്കുന്നു. എന്നാൽ ഈ ചോദ്യം കേട്ടതും തിരുപ്പതി പെട്ടെന്ന് വയലന്റ് ആവുന്നു. അവിടെയൊക്കെ ചെയ്ത് ഫ്ലാഷ് ബാക്കിൽ തിരുപ്പതിയുടെയും രാധയുടെയും ഫസ്റ്റ് നൈറ്റ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് നൈറ്റിൽ തിരുപ്പതി രാധയോട് ക്ലോസ് ആയിട്ടെല്ലാം പെരുമാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അവനോട് തനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലെന്നും നിന്നെ പോലെ നടക്കുന്നവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി താൻ സ്വപ്നം പോലും കണ്ടിട്ടില്ലെന്നും തന്റെ ഗതികേടാണ് നിന്നെ പോലെ ഒരുത്തനെ കെട്ടേണ്ടി വന്നതെന്ന് അവന്റെ മുഖത്ത് നോക്കി പറയുന്നു. നായികയുടെ ഈ സംസാരം തിരുപ്പതിയുടെ മനസ്സിൽ വളരെ വലിയ മുറിവെല്ലാം ഉണ്ടാക്കുന്നു. പ്രസന്റിൽ തിരുപ്പതി നീ കാരണമാണ് താൻ ഇങ്ങനെ ആയതെന്നും അതുകൊണ്ട് ഇതിൽ ഇടപെടാതെ നീ നിന്റെ കാര്യം മാത്രം നോക്കി പോകാൻ പറഞ്ഞുകൊണ്ട് അവളോട് അവിടെ നിന്നും പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. രാധ വേറെ നിവർത്തിയൊന്നുമില്ലാതെ അവിടെ കിടന്നിരുന്ന ഒരു കൈക്കോട്ടെടുത്ത് തിരുപ്പതിയുടെ തല ശരീരത്തിൽ നിന്നും വെട്ടിമാറ്റുന്നു. അവൾ ആ തലയുമായി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നതും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.